നെല്ലെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജുവൽ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിലെത്തിയത്. ചില വാക്കുകൾ പ്രൊണൗൺസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ ലതാ മങ്കേഷ്കർ ആലപിച്ച ഗാനമാണ്. വാക്കുകൾ കിട്ടുന്നില്ല. താരങ്ങളും വിധികർത്താക്കളും തമ്മിലുള്ള രസനിമിഷങ്ങളാണ് വേദിയിൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു മമ്മി, അത് ഏത് ലാംഗ്വേജിലുള്ള പാട്ടാ? പൊന്നുച്ചാമി എന്ന ചിത്രത്തിൽ മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ കെ എസ് ചിത്ര ആലപിച്ച ഗാനവുമായാണ് എസ്തർ ഇന്ന് എക്സ്പ്രഷൻ ക്വീൻ ആണ്. ക്വീൻ നല്ല ഫീൽ ഉണ്ടായിരുന്നിട്ടാ. മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ഗാനമാണ് ഡുയട്രോന്റെ ദിയക്കുട്ടി ശ്രീ. നിങ്ങളൊക്കെ ഇങ്ങനെ പാടുന്നതാണ് നമ്മുടെ സ്വപ്നം. ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ അറിയാം വൈ യു ആർ എ സീസൺ സിംഗർ. ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ജി വേണുഗോപാലും ഗായത്രി അശോകും ചേർന്ന് ആലപിച്ച ഗാനമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഉണ്ടായിരുന്നു ഒന്ന് പാടിയതില്. സീതാരാമം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ഡുയട്രോണ്ട് ജനീലി എന്ന ടോപ്പ് സിംഗർ. ഭയങ്കര സൈലന്റ് ആയിരുന്നു ആദ്യം വന്നപ്പോ. നേരത്തെ ഭയങ്കര വയലന്റ് ആയിരുന്നു. I love the song. വിശ ചന്ദ്രശേഖരന്റെ സംഗീതത്തിൽ ഹരിശങ്കറും സിന്ദൂരും ചേർന്നാലപിച്ച ഗാനമാണ്. ആ ഒരു ഡ്യുവറ്റായിട്ട് കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. ഞാൻ ഈ പാട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കൈയടിക്കണമെന്നോ ആഹാന്ന് പറയണമെന്നോ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടായിപ്പോയി. ഇത് കണ്ടിട്ട് നമുക്ക് പ്രണയിക്കാം. താരങ്ങളുടെ മനോഹരാലാപനങ്ങളാണ് വേദിയെ എന്താ പറയണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 72 വർഷമായിട്ടുള്ള ഒരു പാട്ട് 72 വയസ്സുള്ള ഒരു കുട്ടിയാ പാടിയത്. സത്യമായിട്ടും താരത്തിന്റെ ആലാപനത്തിന് ശേഷമുള്ള രസം. അതേപോലെ ബിരിയാണി ഒന്നും തിന്നുന്നില്ലേ? ഇച്ചിരി ക്ഷീണിച്ചു പോയല്ലോ. ചേച്ചിയുടെ ഇലക്ഷൻ പാട്ടൊക്കെ കേട്ട അടിപൊളിയായിരുന്നു, പക്ഷെ മനസ്സിലായിട്ടില്ല. നെല്ലെന്ന ചിത്രത്തിലെ ഗാനവുമായാണ് പാർത്ഥിവ് ഇന്ന് ടോപ്പ് സിംഗർ. സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം. ഇതൊരു സാധാരണ ഒരു പെണ്ണിനെ വിളിക്കുന്ന പാട്ടല്ലേ? ഞാൻ വിചാരിച്ചു ഇത് ഫീലില് പെണ്ണിനെ വിളിക്കാന്ന്. ആ പെണ്ണ് കുറച്ച് ദൂരെ നിൽക്കണമെങ്കിൽ എങ്ങനെ പാടും? താരങ്ങളുടെ മനോഹരാലാപനങ്ങൾ കാണാൻ നമുക്ക്